പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പ്രഭാതവേളയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം നൽകി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അതിനവസരം ഒരുക്കി തന്ന പാസ്റ്റർ അനീഷ് പാസ്റ്റർ കുടുംബം, ഫോക്കസ് ഓൺ ജീസസ് ഗ്രൂപ്പ്, എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്നത്തെ വചനത്തിന് ആധാരമായിട്ട് 1 പത്രോസ് 4:17 വായിക്കുകയാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ചില നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നതാണ് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച്. എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ചില നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറഞ്ഞാൽ അത് ദൈവഗ്രഹത്തിൽ ആരംഭിക്കും. ഒരിക്കലും ദൈവമക്കൾക്ക് ഇടയിൽ ദൈവത്തിന് ന്യായവിധി ഇല്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് ന്യായവിധി ഉണ്ട്. ദൈവത്തിന് ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അതുകൊണ്ട് ദൈവത്തിന് ന്യായവിധിയുണ്ട്. ഈ നാളുകളിലെ ദൈവമക്കളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേറിയ ജീവിതമായിരിക്കണം. ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലൊന്നും പോകരുത്. കാരണം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു മൊബൈൽ മതി നമുക്ക് പാപം ചെയ്യാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. തിരുവചനം വായിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്നെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് സന്ധ്യ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനകളുണ്ടോ? ഇല്ല. എല്ലാം ഒരുപാട് ചുരുങ്ങിപ്പോയി. ഇപ്പോൾ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കിടക്കുന്നതിന് മുന്നേ കട്ടിലയിൽ ഇരുന്നൊരു 2-3 പ്രാർത്ഥന, അത് മാത്രമേ ഉള്ളൂ. അല്ലെ ഒരു 2 മിനിറ്റത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിടക്കുക. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. പാട്ട്, ബൈബിള് വായന, പ്രാർത്ഥന, ഇതായിരുന്നു ഒരു കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് എല്ലാവരും കൂടി ഇരുന്ന്, മാതാപിതാക്കൾ, തലമുറകൾ എല്ലാവരും കൂടിയിരുന്ന് ആരാധിക്കുന്ന ഒരു കാലമുണ്ട്. അന്ന് ആ തലമുറകൾ കണ്ട് വളർന്ന എന്തുവാ? മാതാപിതാക്കൾ ആരാധിക്കുന്നത് കണ്ടാണ് വളർന്നത്. അതുകൊണ്ട് ആ ഒരു തലമുറ തെറ്റിപ്പോകത്തില്ല. പക്ഷെ അവരുടെ തലമുറ വരുമ്പോൾ ഇവർ ആ മാതൃക കാണിച്ചില്ലെങ്കിൽ അവരുടെ തലമുറ തെറ്റിപ്പോകും. അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലമുറകളൊക്കെയും വഴുവഴുപ്പില്ല, നാശത്തിൻ്റെ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എത്രയോ മാതാപിതാക്കൾ മക്കളെ തല്ലിക്കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ദൈവമക്കളുടെ അവസ്ഥ എന്താ? തിരുവചനം അനുസരിക്കാതെ നടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. തിരുവചനം പ്രസംഗിച്ചാലും, തിരുവചനം കേട്ടാലും, തിരുവചനം പഠിച്ചാലും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് ഒരുപാട് സങ്കടം വരുത്തുന്ന കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ എല്ലാ നല്ല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ, അല്ലെ അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അതിൻ്റെ തലമുറകൾക്ക് അത് അറിയാതെ വരുന്ന ഒരവസ്ഥ, അത് വളരെ മോശം, വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ദൈവത്തെ ഉയർത്തേണ്ട സമയത്ത് പോലും ദൈവത്തെ അന്വേഷിക്കുന്ന പോലും ഇല്ല ഇപ്പോഴത്തെ തലമുറകൾ. ഞായറാഴ്ച ട്യൂഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ അങ്ങ് ഇപ്പം പഠിക്കുന്നിടത്താണേലും ഞായറാഴ്ച പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. കാരണം എല്ലാവർക്കും എഡ്യൂക്കേഷൻ വേണം, പണം വേണം, അതൊക്കെ വേണം, വേണ്ടാന്നല്ല, അതൊക്കെ വേണം. അതൊക്കെ ഇല്ലേ നമുക്കൊരു വിലയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അതൊക്കെ വേണം. പക്ഷേ ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. കാരണം ഇത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. കാരണം ദൈവമക്കൾക്കും ഒരു ഭയത്തോടെ ജീവിക്കേണ്ട കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെയും കാണുന്നുണ്ട്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അനവധി വ്യാധികൾ, ഇതെല്ലാം വരുമ്പോൾ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തെന്നുള്ളതാണ് ഈറ്റുനോവിൻ്റെ ആരംഭമായ നാളിൽ കാണിക്കുന്നതിൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെയും പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം അറിയാത്തവരുടെ അവസ്ഥ അതികഠിനമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ദൈവമക്കൾ പറയുന്ന എല്ലാ ദൈവം അനുഗ്രഹം തരത്തുള്ളൂ, ദൈവം നന്മയെ തരത്തുള്ളൂ. പക്ഷെ ദൈവം വാൾ വഹിക്കുന്ന ദൈവമാണെന്നുള്ളത് കാര്യം എല്ലാവരും മറന്നുപോയി. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവമാണ്. അവൻ്റെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നതില്ല. ഒരു ചെറിയ പാപം ചെയ്താൽ പോലും അവൻ്റെ കണ്ണിൽ അത് നഗ്നവും മലർന്നതുമായി കിടക്കുന്നതാണ്. നമ്മളൊരു ഇരുട്ടത്ത് പറയുന്ന കാര്യം പെരപ്പുറത്ത് ഘോഷിക്കുന്നെന്ന് പറയുന്ന പോലെ തിരുവചനം ഇതിലൊക്കെയും പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ദൈവം കണക്കിടുന്ന ഒരു സമയമുണ്ട്. അത് ഒരിക്കലും ദൈവമക്കൾ മറന്നുപോകില്ല. കാരണം ഇന്നത്തെ തലമുറകൾ അനുഗ്രഹത്തിന് പുറകെ ഓടുന്ന തലമുറകളാണ്. പക്ഷേ ദൈവത്തിന് ന്യായവിധി ഉണ്ടെന്നും കൂടി ഓർത്താൽ ദൈവമക്കൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. നമ്മളുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. നിത്യത നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതൊരു ഷോ ആയിട്ട് പ്രാർത്ഥിക്കുന്നതല്ല. പണ്ട് കാലങ്ങളിൽ തന്നെ മാതൃകയായി കാണിച്ചു വരുന്ന ഒരു ഭാഗമാണ്. ദൈവത്തിൻ്റെ നിത്യത നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ
ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നതാണ്. അപ്പോൾ ആ വാസസ്ഥലത്ത് എത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുന്നത്. കാരണം ഒരു ഓട്ടക്കളത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ലക്ഷ്യം മുഴുവനും വിജയമായിരിക്കണം. ഒരിക്കലും പിന്നോട്ട് പോവാൻ നോക്കരുത്. നമ്മൾ ഏതിൽ നിന്ന് വന്നോ അതിലേക്ക് പുറകോട്ട് പോവല്ല, മുന്നോട്ട് ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുവാനാണ് ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രമിക്കേണ്ടത്. നിന്റെ ഇതിനകത്ത് 1 പത്രോസ് 4:18 പറയുന്നു, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു, എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? റോമർ 13:4 പറയുന്നു, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷകൻ തന്നെ. ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ശിക്ഷ വിധിക്കും. നമ്മൾ ഓർക്കും, ഒരു പാപം ചെയ്തിട്ട് ദൈവം കണ്ടില്ല, ദൈവം ശിക്ഷിച്ചില്ല. രണ്ടാമതേയും ചെയ്തു, ദൈവത്തിന് കുഴപ്പമില്ല. മൂന്നാമതേയും ചെയ്ത്, ദൈവം ക്ഷമയുള്ള ദൈവമാണ്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ദൈവം ക്ഷമിച്ചയച്ചയച്ചയച്ച് വിടും, പിന്നെ ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തത്തിൽ നമുക്ക് അയ്യം വിളിച്ച് കരഞ്ഞാലും എണീക്കാൻ മേലാത്ത ഒരു പിടുത്തമായി പോകും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഒരു വാക്യം കൂടി ഞാൻ പറയുകയാണ്. 1 പത്രോസ് 1:17, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു, എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നമ്മൾ പിതാവെന്ന് വിളിക്കുന്ന ആ ദൈവം നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു കാലം വരും. അന്ന് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. ദൈവമക്കളാകുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കരം ബലപ്പെട്ടിരിക്കണം. ഒരിക്കലും നമ്മൾ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് പോകരുത്. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന പ്രകാരം, ദൈവം തന്നിരിക്കുന്ന വചനപ്രകാരം മുന്നോട്ട് ജീവിക്കുക. പ്രവാസകാലം നമ്മൾ ഭയത്തോടെ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ അതിനൊക്കെയും സഹായിക്കട്ടെ. കാരണം ചില നാളുകളായിട്ട് എനിക്കിങ്ങനെ ഇത് പറയണ, എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചാൽ എന്താവും, അഭക്തൻ്റെയും പാപികളുടെയും ഗതി, അല്ലെ ദൈവത്തെ അറിയാത്തവരുടെ അവസ്ഥ എന്താവും എന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ സംസാരിക്കാനിടയായി. അപ്പം ഒരിക്കലും ദൈവമക്കൾ പെന്തക്കോസ് ജീവിതം എന്ന് പറയുന്നത് എളുപ്പമാണെന്ന് ആരും വിചാരിക്കരുത്. എളുപ്പമാണ്, പക്ഷെ അതുപോലെ നമ്മൾ കഠിനമായി ദൈവസന്നിധി നിന്നാൽ മാത്രമേ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ദൈവം കണക്ക് പറയും. ദൈവം തെളിവ് നമ്മൾ നിരത്തി വെച്ചിട്ടേ നമ്മൾക്ക് ന്യായം വിധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, കർത്താവിന് നിത്യത വരെ വിശ്വസ്തയോടെ ദൈവസന്നിധി നിലനിൽപ്പാൻ, കർത്താവിന് വേണ്ടി പ്രയോജനം ചെയ്യുവാൻ, നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ ദൈവത്തെ സേവിപ്പാൻ, ഭയത്തോടെ കഴിപ്പാൻ, ദൈവത്തിന് വചനം വിട്ടിടത്തോട്ടോ വളത്തോട്ടോ പോകാതെ വേണം നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ശിക്ഷിക്കേണ്ടവിടുത്തെ ശിക്ഷിക്കാൻ. ദൈവത്തിന് വചനം പറയുന്നുണ്ട്, വടിയെ സ്നേഹിക്കുന്നവൻ തൻ്റെ മക്കളെ നശിപ്പിക്കുന്നു. അതായത് നമ്മൾ ഒരിക്കലും നമുക്ക് മക്കളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യും. സ്നേഹത്തിൽ അവനെ വഴക്ക് പറയുവാണെങ്കിൽ അവൻ ആ രീതിയിൽ തന്നെ വരും. നമ്മുടെ ഇപ്പോഴത്തെ തലമുറകളെ ഒന്നും പിടിച്ചാൽ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ തലമുറകളെ ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാണ്ട്, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് ഉരുകി, വിശ്വാസത്തിൽ നിന്ന് അങ്ങ് വല്ലാണ്ട് നമ്മുടെ ഉള്ള വിശ്വാസവും കൂടി പോകുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകളെ ഈ കാലഘട്ടത്തിൽ കാണുന്ന ദൈവമക്കളെ, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. നിങ്ങളെയും നിങ്ങൾക്കുള്ള തലമുറകളെയും ഓർത്ത് ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ അനുവദിക്കരുത്. അതിനായി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ നിങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നമ്മൾ ന്യായം വിധിക്കുന്നവനെയാണ് ആരാധിക്കുന്നത്. ആ പിതാവിനെ നമ്മൾ ആ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ തിരുവചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഈ നാളുകളിൽ ഭയത്തോടും വിറയലോടും കൂടി ദൈവസന്നിധിയിലായി തീരുവാൻ, ദൈവത്തെ സ്നേഹിച്ച് മക്കളാവുന്ന നമ്മൾക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ, അപ്പനാകുന്ന ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയും. അതുകൊണ്ട് മക്കളും അപ്പനും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഒരിക്കലും പാപം ചെയ്യുവാൻ ഒരിക്കലും നമുക്ക് തോന്നുകയില്ല. അതുപോലെ ആ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ, പ്രാർത്ഥനയിൽ അധികം ഉറ്റിരിപ്പാൻ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.